നാലെണ്ണാണ് പ്രധാനപ്പെട്ട മസ്ലഹത്തുകൾ. ഒന്ന്, ഇൽമു പഠിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തേത് നീതി ഉണ്ടാക്കി തീർക്കുക എന്നതാണ്. മൂന്നാമത്തേത് ദാനശീലമുണ്ടാക്കുക എന്നതാണ്. നാലാമത്തേത് മനുഷ്യന്മാർക്കിടയിൽ യോജിപ്പിനെ ഉണ്ടാക്കി തീർക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് കാണും, ഖിവാമുദ്ദുന്യ ബി അർബഅത്തി അഷ്യാ. ദുനിയാവ് നിലനിൽക്കുന്നത് 4 കാര്യങ്ങളെ കൊണ്ടാണ്. ദുനിയാവ് നിലനിൽക്കുന്നത് 4 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഇൽമുൽ ആലിമി, വിവരമുള്ളവൻ്റെ വിവരം. സയ്യിദുൽ ഉലമ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പരാജയം വിവരമില്ലാത്തവൻ മസല പറയാൻ തുടങ്ങിയതാണ്. നമ്മളെ നാട്ടിൽ ഒരു നിക്കാഹിൻ്റെ കാര്യത്തിലോ ഒരു ത്വലാഖിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ഫസ്ഖിൻ്റെ കാര്യത്തിലോ ഒരു മുതലൊരുക്കണ കാര്യത്തിലോ തർക്കമുണ്ടായാൽ ഖാദിയരെടുത്ത് തീരുമാനത്തിന് ചെന്നാൽ ഖാദിയര് പറയും, നിങ്ങൾ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ പോയിട്ട് അവിടുത്തെ ഉസ്താദുമാരൊന്ന് കണ്ട് ഈ വിഷയം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിൻ്റെ ഒരു മതവിധി ഫത്വ എന്നാണ് അതിന് പറയുക, അതൊന്ന് എഴുതി കൊടുത്താലേ നമുക്ക് തീരുമാനമെടുക്കാം എന്ന് ഖാദിയര് പറയും. എന്നാൽ നമ്മളെ നാട്ടിൽ മീൻ കച്ചവടം ചെയ്യുന്ന ആളോട് ചോദിച്ചാൽ 3ഉം പോയി എന്നുള്ള മസാല അപ്പം തന്നെ കിട്ടും. ചായ പാരുന്ന ആളോട് ചോദിച്ചാൽ അതിലേറെ സ്പീഡിൽ കിട്ടും. ഇതാണ് വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറഞ്ഞത് ഇന്ന് ഉമ്മത്തിൻ്റെ വലിയൊരു പരാജയമാണ്. ഇന്ന് മൂല്യന്മാർക്കുള്ള വലിയൊരു പണി ഇപ്പം എന്താ വെച്ചാൽ പേരിൻ്റെ അർത്ഥം നോക്കലാണ്. ഡിക്ഷണറി മുഴുവൻ തിരഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊട്ട് കാണൂല. കാരണം ഓല് നെറ്റിൽ നിന്ന് കണ്ടതാണ് ആ സംഗതി. പേരിൻ്റെ അർത്ഥം നോക്കാൻ വരുമ്പോൾ ഈ പേരിൻ്റെ അർത്ഥം മാത്രം ശരിയായാൽ പോരല്ലോ, പേരിൻ്റെ ചരിത്രം കൂടി ശരിയാവണം. അതൊക്കെ ഒന്ന് ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഭാരം കുറയും. ചില പേരൊക്കെ ആയിട്ടാണ് വന്നാൽ നമ്മൾ ഏത് ഡിക്ഷണറി തിരഞ്ഞാലും അതിൻ്റെ അർത്ഥം കിട്ടൂല. ഒന്നെന്താ വെച്ചാൽ ചിലപ്പോൾ അത് അറബി വാക്കന്നായിരിക്കില്ല, വല്ല പേർഷ്യൻ വാക്കുകളോ ഉറുദു വാക്കുകളോ കയറ്റിക്കാനും വരിക. എന്നിട്ട് ഏത് ഡിക്ഷണറി തിരഞ്ഞാലും അതിനർത്ഥം കിട്ടും. എന്നാൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ മൗലിയർ അറബിൻ്റെ അർത്ഥം കൂടി അറിയില്ല എന്നായി, ഒന്നിനും പറ്റാത്ത ആളുമായി. അപ്പോൾ ആൾക്കാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താ വെച്ചാൽ പേരിൻ്റെ അർത്ഥം മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ചരിത്രം കൂടി വളരെ പ്രധാനമാണ്. ഇതാരുടെ പേരാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ് എന്ന് കരുതിയിട്ട് കുട്ടിക്ക് അബൂബക്കർ എന്ന് ഒരാൾ പേരിട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും എന്നുള്ളതാണ് ചരിത്രം. ആരെ പേരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അർത്ഥം മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തുക കൂടി ചെയ്യണം. ബദരീങ്ങളെ പേരിട്ടാൽ ബദരീങ്ങളെ മാതിരിയാവും, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആരുടെ പേരാണ് എന്നത് കൂടി നോക്കണം. ഇന്നിപ്പോൾ കുറേയൊക്കെ പഴയ പേരിലേക്ക് ആളുകൾ മടങ്ങി വരുന്നുണ്ട്. പെൺകുട്ടികളുടെ പേര് കുറേയൊക്കെ പഴയ പേരുകളിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. പക്ഷെ ആൺകുട്ടികളുടെ പേര് പഴയ പേരിലേക്ക് വല്ലാതെ മടങ്ങി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ചെറിയൊരു സൂക്ഷ്മതയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നന്നാവും. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇസ്ലാമിക ജീവിതത്തിൻ്റെ അകവും പുറവും പറയണമെന്ന് എന്നെ ഏൽപ്പിച്ചത്. ഒരുപക്ഷെ മൂല്യന്മാരോട് വർത്താനം പറയുമ്പോൾ അതിൻ്റെ ചില ഫായിലും ഫീലും ഒക്കെ തിരിയാണ്ട്, അതുകൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. നമ്മളെന്നെ നമ്മളെ പറ്റിയാണ് പറയുകയാണെങ്കിൽ പിന്നെ വലിയൊരു കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ഇന്നെ ഏൽപ്പിച്ചതെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഏറ്റവും വലിയ വർത്താനം അറിയില്ല എന്നുള്ള വർത്താനാണ്, അറിയുന്നുള്ള വർത്താനമല്ല. പല അറിയാത്ത കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് പിന്നെ തിരുത്തേണ്ടി വരുന്നതിനേക്കാൾ അറിയില്ല എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. ബഹുമാനപ്പെട്ട മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, സഹാബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊമ്പും ചുള്ളിയില്ലാത്ത ഇണച്ചമില്ലാത്ത കമ്പില്ലാത്ത ഒരു മരത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓൽക്ക് അറിയായിരുന്നു അത് ഈത്തപ്പനയാണ് എന്ന്. പക്ഷെ അവർ പറഞ്ഞത് അല്ലാഹു റസൂലുഹു ആലം എന്നായിരുന്നു. ഇത് അവരുടെ ഒരു രീതിയാണ്. ഏത് കാര്യം ചോദിച്ചാലും അല്ലാഹു റസൂലുഹു ആലം എന്ന് പറയുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. ഞമ്മക്കാണെങ്കിൽ ഏതറിയാത്തത് ചോദിച്ചാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. അന്തമില്ലാത്തൊരനന്ത കോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ
അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം. അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള അറിവുണ്ടാവലാണ് ഏറ്റവും വലിയ വിവരം എന്നതാണ്. അതുകൊണ്ട് ആദ്യം എനിക്ക് പറയാനുള്ളത്, അറിയാത്തതൊരിക്കലും പറയാൻ നിൽക്കരുത്. അറിയില്ല എന്ന് പറയൽ ഒരയോഗ്യതയുമല്ല, അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ യോഗ്യതയാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായിരുന്നത് അതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് രണ്ടാമത് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഭരണാധികാരികൾക്ക് എന്ന് മാത്രമല്ല, എല്ലാവരും ഭരണാധികാരികളാണ് ഒരു നിലക്ക് പറഞ്ഞാൽ. ലോകത്ത് നീതിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് പരിശ്രമിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളിലും വേണം, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലും വേണം. മൂന്നാമത് പ്രവർത്തിക്കേണ്ടത് ദാനശീലം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ദാനശീലം നിലനിൽക്കണം. നമ്മളെന്തൊക്കെ പറഞ്ഞാലും മാപ്പിളാർക്ക് മാത്രമുള്ളൊരു സ്വഭാവമാണ്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ട് ഒരു ഇടങ്ങേറ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കും എന്നുള്ളത്. അത് ഈ ഉമ്മത്തിൽ നിലനിർത്തണം. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോൾ രണ്ട് തരത്തിലാണ് ആൾക്കാർ വരിക. ഒരു 10ൻ്റെ നോട്ടും ഒരു 50ൻ്റെ നോട്ടും ഒരു 100ൻ്റെ നോട്ടും ഒരു 500ൻ്റെ നോട്ടും കീശയിൽ വെച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ മൗലവി വയൽ പറയും, യത്തീം കുട്ടിയുടെ കല്യാണത്തിന് പിരിവുണ്ട്, അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം. അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദാന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദുന്യാവും ആഖിറും രക്ഷപ്പെടാനാണ് എല്ലാവരും കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായി 500ൻ്റെ നോട്ടിനുള്ള വയലാണ് ഇപ്പാ പറഞ്ഞത്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു സാധു മനുഷ്യൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മഹല്ലത്തു നിന്നുള്ള കത്തുണ്ട്, വീട് പണിയോ എന്തോ ആണ് എന്നാണ് പറഞ്ഞത്. പോകുമ്പോൾ പുറത്തുണ്ടാവും, കയ്യും പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താളീ എന്ന് പറഞ്ഞാൽ മനസ്സിലായി 10ൻ്റെ നോട്ടിനുള്ള വയലാണ്. എല്ലാ നോട്ടിനും ഒരേ മാതിരി വയൽ പറയും ചെയ്യരുത്. ഓരോ നോട്ടിനനുസരിച്ചുള്ള വയൽ പറയണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് വയലൊരു രസമില്ലാതാവും. ഓരോന്ന് ഏതാണോ ഉദ്ദേശിച്ചാലും ഉദ്ദേശത്തിനനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൂട്ടർ അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കീശയിൽ വെച്ചിട്ട് വരും. വേറെ ചില ആൾക്കാരുണ്ട്, ജുമയ്ക്ക് വരുമ്പോൾ പേഴ്സുള്ള കുപ്പായ ആങ്കർമ തൂക്കിയിട്ട് വേറെ നല്ല ഒരു കോട്ടൻ കുപ്പായ ഇട്ടുങ്ങാണ്ട് വരും. മൗലവി വയൽ പറയും, കാര്യമായ പിരിവുണ്ട്, എല്ലാവരും സഹായിക്കണം എന്ന് പറയുമ്പോൾ മൂപ്പര് പറയും, അതാ കുപ്പായം മാറിയല്ലോ എന്ന് പറയും. എന്നിട്ട് ജുമ പിരിഞ്ഞു പോകുമ്പോൾ അങ്ങാടിയിൽ പീടി കയറിയിട്ട് പറയും, ഈ പള്ളിക്ക് എല്ലാ വെള്ളിയാഴ്ചയും പിരിവന്നെ എന്ന് പറയും. എല്ലാ വെള്ളിയാഴ്ചയും കുപ്പായം മാറിയിട്ട് തന്നെ വന്നിട്ടുണ്ടാകുക. നിങ്ങളത് പരിഗണിക്കേ വേണ്ട, നിങ്ങൾ പിരിച്ചണം. മദീനത്തെ പള്ളിയിൽ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു പിരിച്ചിരുന്നത്. സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ളുഹർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ബിലാലേ, ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന് പറയും. ഞാൻ എല്ലാവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിങ്ങാണ്ട് അയാൾക്ക് കൊടുക്കും. അസർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നോക്കിയാൽ വേറൊരാൾ വന്നിട്ടുണ്ടാവും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ബിലാലേ, ഒരു വിരുന്നേരം വന്നിട്ടുണ്ട്, എന്തേലും വാങ്ങിക്കൊടുക്കുക എന്ന് പറയും. ഞാൻ അയാൾക്ക് വീണ്ടും പിരിച്ചു കൊടുക്കും. എല്ലാ വെള്ളിയാഴ്ചയല്ല, എല്ലാ വക്തിനും പിരിച്ചിരുന്നു മദീനത്തെ പള്ളിയിൽ. ഈ ഉമ്മത്ത് എന്നാണോ തുടങ്ങിയത് അന്ന് മുതൽ പിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മടിയും കാണിക്കരുത്, നല്ലോണം പിരിച്ചണം. ഈ മുസ്ലിം ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ദാനശീലം എന്ന് പറയുന്നത്. അത് നമ്മൾ നിലനിർത്തണം. അതില്ലാതാക്കിയിട്ട് എന്താ, തരുന്നോൻ തന്നുകൊണ്ടിരിക്കും, പറയണോൻ പറഞ്ഞുകൊണ്ടിരിക്കും. പറയണോൻ പറഞ്ഞോട്ടെ, ഇതിൽ കൂടെ കേട്ടിട്ട് ഇതിൽ കൂടെ കൊണ്ട് വിടുക, തരുന്നവരുടെ ഇരുന്ന് വാങ്ങിക്കൊടുക്കന്നെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളത്. ചിലർക്ക് പറയാനുള്ള കഴിവാണ്, ചിലർക്ക് തരാനുള്ള കഴിവാണ്. തരാൻ കഴിവുള്ളവൻ തരും, പറയാൻ കഴിവുള്ളവൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ദാനശീലം നിലനിർത്തണം. വേറൊന്ന് നിലനിർത്തേണ്ടത്, നാലാമത്തേത് സാധുക്കളുടെ ദുആ നിലനിർത്തണം. മുതലാളിമാരുടെ ദുആയേക്കാൾ, അഗ്നിയാക്കളുടെ ദുആയേക്കാൾ ഫക്കീറന്മാരുടെ, മിസ്കീന്മാരുടെ ദുആക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ്. ഫക്കീർ ആവാൻ പാടില്ല ശരിക്കട്ടോ, മിസ്കീൻ ആകണേന് കുഴപ്പമില്ല. ഒന്നുകിൽ ഖനിയാവണം മുതലാളി, അല്ലെങ്കിൽ മിസ്കീനാവണം സാധു. ഫക്കീർ ആവാൻ പാടില്ല ദരിദ്രൻ. കാതൽ ഫഖ്റു അൻ യകൂന കുഫ്റാന്നല്ലേ, ദാരിദ്ര്യം മനുഷ്യനെ കാഫിറാക്കാൻ പോന്നതാണ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്.
ഫക്കീറായാൽ എന്ത് വൃത്തികേടും കാണിക്കും. അങ്ങനെയാണ്. ഓന് ഹറാമും പ്രശ്നം ഉണ്ടാവില്ല, ഹലാലും പ്രശ്നം. മുഅ്മിനീങ്ങളെ, 6 കാര്യങ്ങളിലാണ് അകവും പുറവും ഒരുപോലെ ആവേണ്ടത്. ഒന്ന്, ചിന്തകളിൽ. നമ്മൾ ഉള്ളിൽ എന്താണോ ചിന്തിക്കുന്നത് തന്നെ പുറത്ത് കാണിക്കാൻ വേണ്ടി പറ്റണം. നമ്മൾ സ്വകാര്യത്തിൽ ഇങ്ങനെ എവിടെയെങ്കിലും കൂടുന്ന സമയത്ത് നമ്മൾ മതസൗഹാർദ്ദത്തെ പറ്റി പറയും, പൊതുവേദിയിൽ മതസൗഹാർദ്ദത്തെ പറ്റി പറയും. രണ്ടും മതസൗഹാർദ്ദമാണ് നമ്മളെ ആശയമെങ്കിൽ ഉള്ളിലും പുറത്തും അതന്നെ ആയിരിക്കണം. നമ്മൾ മാത്രം കൂടുന്ന സമയത്ത് കുറച്ചൊക്കെ അപ്പം അങ്ങനെയും വേണം എന്ന് പറയാം, എന്നിട്ട് നമ്മൾ പുറത്ത് വേദി കെട്ടിയാൽ വേറൊന്ന് പറയാം. ഈ ഇരട്ടത്താപ്പ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചിന്തകളിൽ നമ്മുടെ അകവും പുറവും ഒരേ മാതിരി ആയിരിക്കണം. ഇതിനെന്ത് വേണം? നമ്മൾ നിലകൊള്ളുന്ന ആശയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനമുണ്ടായിരിക്കണം. സത്യത്തിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ബേജാറും വെപ്രാളമൊക്കെ ഉണ്ടാവുമെങ്കിലും വിഷയങ്ങളെ പഠിക്കാനുള്ള സാഹചര്യം കൂടിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് ഇപ്പോൾ വിവാദമായി. സംഗതി നമുക്ക് അതിൽ വിഷമമുണ്ട്, എന്നാലും എന്താ നമുക്ക് അതൊന്നും പഠിച്ചാൽ വരിക. പണ്ടൊക്കെ ആണെങ്കിൽ, പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അള്ള ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്നൊരാൾ ചോദിച്ചാൽ കൈക്കോട്ടും തായി ഇങ്ങോട്ട് തല മാറി പിടിച്ചിട്ട് ദേശം അടുത്തേക്കണ് വാ അനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നത്തെ കുട്ടികളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനെ കെട്ടിയത് എന്നാണ് പറഞ്ഞു കൊടുക്കാൻ തന്നെ വേണ്ടി വരും. അതിനാദ്യം നമ്മളാണ് പഠിക്കണ്ടേ, അല്ലെങ്കിൽ സംഗതി ഇപ്പം അതും ശരിയാണ്. ഞാൻ ഒരിക്കൽ ചങ്ങരംകുളത്ത് ഒരാളിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11 കല്യാണം ഇല്ലായിരുന്നുവെങ്കിൽ ദീന് ദഅവത്ത് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ആൾക്കാർക്കാണ് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും കൊടുക്കട്ടെ, നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഓരോ സന്ദർഭങ്ങളുണ്ടാവുമ്പോൾ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി പഠിക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് വിജയം. ഇപ്പം നമുക്ക് സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തെ ആക്ഷേപിക്കപ്പെട്ടാൽ നമുക്ക് അതിലൊരു ബേജാറുണ്ട്. പക്ഷെ ആ വിഷയം നമ്മൾ പഠിക്കണം. ഒരു ആക്ഷേപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 കാര്യമാണ് പഠിക്കേണ്ടത്. ഏത് ആക്ഷേപമാണെങ്കിലും, ഞാൻ എന്തേലും ചെയ്തു നിങ്ങൾ പറഞ്ഞു കിട്ടു എന്ന് വിചാരിച്ചോളി, ഞാൻ എന്താ വേണ്ടാത്ത ചെയ്തോന്ന്, എന്നാൽ 3 കാര്യമാണ് പഠിക്കാനുള്ളത്. 1, ഏത് സാഹചര്യത്തിലായിരുന്നു അയാൾ അത് ചെയ്തത്. 2, എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത്. 3, അത് ചെയ്തിട്ട് എന്താ ഇവിടെ ഉണ്ടായത്. 3 കാര്യമാണ് പഠിക്കാനുള്ളത്. 1, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പഠിക്കണം. 2, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പഠിക്കണം. 3, അതിൻ്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് പഠിക്കണം. സാന്ദർഭികമായൊരു വിഷയം എന്ന നിലയിൽ ഞാനിത് പറയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ 6ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതിൻ്റെ സാഹചര്യം എന്താണ്, പശ്ചാത്തലം എന്താണ്? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നേരിട്ട് കുടുംബബന്ധമുള്ള ആളല്ല. നബിൻ്റെ വല്ലിപ്പാരിൽ മുറത്ത് എന്നവരിലേക്കാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര ചെന്നുമുട്ടുക. ഹാഷിമിലേക്കും മുത്തലിബിലേക്കും ചെന്നുമുട്ടൂല. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി കുടുംബത്തിൽ പെടാൻ എനിക്കെന്താണ് വഴി എന്ന ഒരു ആലോചനയുണ്ടായിരുന്നു. അതിന് 2 വഴിയാണുള്ളത്. ഒന്നുകിൽ നബി തങ്ങളുടെ മകളെ ഇങ്ങോട്ട് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണം. 2 വഴിയേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് നടക്കണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹക്ക് 5ാമത്തെ വയസ്സിൽ തന്നെ കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നും പറയില്ല, നടത്തൂല എന്നും പറയില്ല. എന്നാൽ നടത്തൂല എന്ന് പറയുകയാണെങ്കിൽ അതൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നടത്തും എന്ന് പറയുകയാണെങ്കിൽ 2ഉം പറയില്ല. എന്താ കാരണം? കൽബിൽ വേറൊരു ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് കാരണം. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വന്നു. സിറ്റ് ഔട്ടിലിരുന്നു. സിറ്റ് ഔട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. സിറ്റ് ഔട്ടിലിരുന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകത്ത് പോയിട്ട് ഒരു പളുങ്കു പാത്രം എടുത്തു, ഒരു കുപ്പിൻ്റെ ഒരു ചില്ലിൻ്റെ പിഞ്ഞാണെടുത്തു. അതിൽ 2 പൂവുകൾ വെച്ചു.
എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പൂമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നുണ്ട്, ഈ പാത്രമായിട്ടൊന്ന് പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ പൂവെടുക്കാൻ പറയണം എന്ന് പറഞ്ഞു. ആയിഷ ബീവിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ആയിഷ ബീവി ആ പ്ലേറ്റായിട്ട് ചെന്നു, വാപ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് മനസ്സിലായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്നൊരു പൂവെടുത്തിട്ട് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന് വാപ്പാട് പറഞ്ഞളാന്ന് പറഞ്ഞു. പെണ്ണ് കാണലുമായി, കല്യാണ നിശ്ചയമായി, പിന്നെ നിക്കാഹും നടന്നു 6-ാമത്തെ വയസ്സിൽ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാക്ക് 6-ാമത്തെ വയസ്സിലല്ല 5-ാമത്തെ വയസ്സിൽ കല്യാണം വരൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പശ്ചാത്തലം അന്ന് അങ്ങനെ പതിവുണ്ട് എന്ന് മനസ്സിലാക്കാം. അന്ന് 4-ലും 5-ലും 6-ലുമൊക്കെ വിവാഹം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അധികം വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയാം. എൻ്റെ ചെറുപ്പത്തിൽ 12 വയസ്സുള്ള കുട്ടീനെ കെട്ടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. 11 വയസ്സ് ഓർമ്മയുണ്ട്. ആ 11 വയസ്സിലുള്ള കുട്ടീനെ കെട്ടിയവരൊക്കെ പൊട്ടന്മാരായിരുന്നു. ഇന്നിപ്പം ഞാൻ 18 വയസ്സായല്ലോ, എല്ലാവരും 18 വയസ്സിൽ കല്യാണം കഴിക്കണം. കുറച്ചു കാലം കഴിഞ്ഞിട്ട് 25 വയസ്സായി എന്ന് തീരുമാനം വന്നാൽ 18-ൽ കെട്ടിയവരൊക്കെ പിരാന്തന്മാരാവുമോ? ഞാൻ അതിൻ്റെയും പുറമെ നബിതങ്ങൾക്ക് പിരാന്താണ് എന്ന് പറഞ്ഞ ആൾക്കാർ മക്കത്തുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ വരെ അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഇന്നക മജ്നൂൻ എന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ അവർ പോലും ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അന്നത്തെ സാഹചര്യം അങ്ങനെ കല്യാണം നടക്കുന്ന സാഹചര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, എന്തിനായിരുന്നു ഇപ്പം ഈ 6 വയസ്സുള്ള കുട്ടിനെ കെട്ടിയത്? എന്ത് ആവശ്യത്തിനായിരുന്നു? ആവശ്യപ്പോൾ കൊണ്ട് നടക്കൂലല്ലോ, പിന്നെ എന്തിനായിരുന്നു ഈ കെട്ടിയത് എന്നാണ് രണ്ടാമത് ആലോചിക്കേണ്ടത്. ഞാൻ കുറച്ച് രസത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുള്ളൂ. ശരിക്കും അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞത് എന്തിനാ? രസത്തിനാണല്ലോ. പോയി ഈ കല്യാണം എന്ന് പറഞ്ഞ സംഗതി ഒരു രസത്തിനുള്ള പരിപാടിയാണല്ലോ. രസം എന്നതിൻ്റെ ചൊറുക്കുള്ള മലയാള വാക്ക് ആനന്ദം എന്നാണ്. രസം എന്നുള്ളതിൻ്റെ ചൊറുക്കുള്ള മലയാള വാക്കാണ് ആനന്ദം. അപ്പോൾ വിവാഹം ആനന്ദത്തിനു വേണ്ടിയാണ്. ആനന്ദത്തിന് ധാരാളം വഴികളുണ്ട്. പ്രധാനപ്പെട്ട 15 വഴികൾ ആനന്ദത്തിനുണ്ട് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഗുളിക കുടിക്കലാണ്. അതായത് വൈകുന്നേരം വരെ കന്നൂട്ടാൻ പോയി, അങ്ങനെ വൈകുന്നേരം കന്നൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ശരീരമൊക്കെ ആകെ വേദന ആകുന്നുണ്ട്, വല്ലാതെ വിഷമുണ്ടെങ്കിൽ ഒരു പാരസിറ്റാമോൾ ഗുളിക കുടിച്ചാൽ നല്ല ഉഷാർ കിട്ടും. എന്താ കാര്യം? പാരസിറ്റാമോൾ ഗുളികയിൽ ആനന്ദത്തിൻ്റെ ഹോർമോൺ ഉണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഒന്ന് ഗുളിക കുടിച്ചാൽ കിട്ടും ആനന്ദം. വേറെ ആനന്ദം കിട്ടുന്ന ഒരു സംഗതിയുണ്ട്, ശാരീരിക ബന്ധമാണ്, ലൈംഗികതയാണ്, ഇണചേരൽ ആനന്ദത്തിൻ്റെ വേറൊരു വഴിയാണ്. ഇന്ന് ലോകത്ത് ഉള്ളവരിലെ ഏറ്റവും ആധുനികനായ ലൈംഗിക ഫിലോസഫറായി, ലൈംഗികതയുടെ ആചാര്യനായി അറിയപ്പെടുന്ന ആൾ ഓഷോ രജനീഷ് എന്ന് പറയുന്ന ആളാണ്. ഓഷോൻ്റെ ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാവും. അലാക്കിൻ്റെ ഒരു താടിക്കാരൻ. ചില ബുക്കിൻ്റെ ഒക്കെ പുറംചട്ടം ഉണ്ടാവും, നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടമൊക്കെ ഉണ്ടാവും ഓഷോൻ്റെ ഫോട്ടോ. ഓഷോ രജനീഷാണ് ലൈംഗികതയുടെ ഏറ്റവും ആധുനികനായ ആചാര്യൻ. ഓഷോ രജനീഷിന് പാടുന്ന ഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ആനന്ദങ്ങൾ 2 എണ്ണമാണ്. നല്ല മനസ്സിലാക്കണേ, 2 എണ്ണമാണ്. ഒന്നാമത്തെ ആനന്ദം വിഷയാനന്ദവും, രണ്ടാമത്തെ ആനന്ദം ബ്രഹ്മാനന്ദവുമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിഷയാനന്ദം എന്ന് പറഞ്ഞാൽ വിഷയം തന്നെ, ലൈംഗിക ബന്ധത്തെയാണ് വിഷയം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റേ വിഷയം, ഒരാനന്ദം കിട്ടുന്നത് വിഷയത്തിലൂടെയാണ്, വിഷയാനന്ദം. രണ്ടാമത്തത് ബ്രഹ്മാനന്ദം. ബ്രഹ്മാനന്ദം എന്നുള്ളത് അറബിയിൽ പറഞ്ഞാൽ മാരിഫത്തിൻ്റെ ഇൽമ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വിഷയാനന്ദത്തിലൂടെ ലഭ്യമാകുന്ന അതേ ആനന്ദം മാരിഫത്തിൻ്റെ ഇൽമിലൂടെ ലഭ്യമാകുമെന്ന് ഓഷോ രജനീഷ് സിദ്ധാന്തിക്കുന്നു. ആയത്തും ഹദീസും പറഞ്ഞാലല്ലേ എല്ലാവർക്കും വിശ്വാസമാകത്തുള്ളൂ. ഓഷോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. എന്നാൽ ബ്രഹ്മാനന്ദത്തിലൂടെ, വിഷയാനന്ദത്തിലൂടെ ലഭിക്കുന്ന അതേ ഗുണം ലഭിക്കും, അതേ ആനന്ദം ലഭിക്കുമെന്ന് ഓഷോ രജനീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2368 ഹദീസുകൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
എന്തിനായിരുന്നു ആ കല്യാണം? നമ്മളിവിടെയൊക്കെ നാട്ടിൽ ഹിഫ്ള് കോളേജ് ഉണ്ടാവുമല്ലോ. മമ്പുറത്ത് ഹിഫ്ള് കോളേജ് ഉണ്ട്, ദാറുൽ ഹുദൻ്റെ. പലയിടത്തും ഹിഫ്ള് കോളേജ് ഉണ്ടാവും. ഹിഫ്ള് കോളേജിൽ നമ്മൾ 42 വയസ്സുള്ള ഒരു കുട്ടിനെയും പിടിച്ചിങ്ങാണ്ട് ചെന്നിട്ട് പറഞ്ഞു, ഇതാ ഈ കുട്ടിൻ്റെ മൂത്ത ചെറുക്കനാണ്, ഇവനവിടെ ഹിഫ്ളിന് ചേർക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഇക്കാരം ഓല് പറയാം? നടക്കൂല എന്ന് പറയും. എന്തേ? പഠിപ്പിച്ചാൽ പടിയില്ല. തന്നെ എന്തിനാ ആയിഷ ബീവിനെ നബി തങ്ങൾ കല്യാണം കഴിച്ചത്? മഅരിഫത്തിൻ്റെ ഇൽമിൽ ഒരു ലൈംഗിക രസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനന്ദമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി എന്തിനാണ് കല്യാണം കഴിച്ചത് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. ഇൽമ പഠിപ്പിക്കാനായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നാടൻ ഉദാഹരണം പറയാം. ഒരാൾ മകളെ കെട്ടിച്ചു എന്ന് വിചാരിക്കുക. പുതിയാപ്പിളിയും പുതിയെണ്ണും കൂടിയും നല്ല നിലക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെണ്ണിന് തോന്നി മുന്നോട്ട് പോകൂലെന്ന് തോന്നിയാൽ കുട്ടി പെരയിൽ വന്നിട്ട് വാപ്പാട് പറയും, ഇപ്പ ഞാൻ ഇനി കുറച്ചും കൂടിയും പഠിച്ചാൻ പോവുകയാണ് എന്ന് പറയും. പുതിയാപ്പളിൻ്റെ ഒപ്പം പോയാൽ കിട്ടണ അതേ രസം പഠിച്ചാൻ പോയാൽ കിട്ടും എന്നാണ് ഈ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതല്ല, ഓഷോയും പറയുന്നത് അത് തന്നെയാണ്. ലൈംഗികതയിൽ ഉണ്ടാകുന്ന ആനന്ദം ഇൽമ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തോട് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആനന്ദം എന്താണ് എന്നതിൻ്റെ ഉത്തരം ബ്രഹ്മാനന്ദമാകുന്നു എന്നതാണ്. ഇനി മൂന്നാമത്തത് എന്തേപ്പം അതുകൊണ്ട് നേട്ടമുണ്ടായി എന്നുള്ളതാണ്. നേട്ടമുണ്ടായത് എന്താ ആർക്കാ തിരിയാത്തത്? സ്വഹാബത്തിനിടയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാലേ ഓല ആയിഷ ബീവിനോട് പോയിട്ട് ചോദിക്കലായിരുന്നു പതിവ്. ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിൽ ആദ്യമായി സ്ത്രീകൾക്കിടയിൽ നിന്ന് ഇൽമ പഠിപ്പിച്ച ആള്, പ്രഭാഷണം നടത്തിയ ആൾ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയായിരുന്നു. ഇനി ഒരു വിഷയം കൂടി അതിൽ മനസ്സിലാക്കണം. ഒരാൾ കുടുങ്ങിയാൽ ഞാൻ കുടുങ്ങി എന്നുള്ള അഭിപ്രായം ആദ്യം വേണ്ടത് കുടുങ്ങിയ ആൾക്കാണ്, അല്ലെങ്കിൽ അയാളെ വാപ്പാക്കാണ് വേണ്ടത്. ഒരു വിഷയത്തിൽ ഒരാൾ കുടുങ്ങിയെന്ന് വിചാരിക്കുക, കുടുങ്ങിയ ആൾക്ക് അഭിപ്രായം വേണം ഞാൻ കുടുങ്ങി. ആയിഷ ബീവിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ തമ്മിലൊരു തർക്കം ഉണ്ടായി. ചെലവിന് തരുന്നത് മതിയാകണില്ല എന്നുള്ളതാണ് തർക്കം. തർക്കം കേട്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു. എന്താ നബി, ഇവിടെ ഒരു തിരക്കും വക്കാണൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചെലവിന് കൊടുക്കുന്നത് ഓൽക്ക് മതിയാകണില്ല എന്നാണ് ഓല് പറയണത് എന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പകുതി തമാശയും പകുതി കാര്യം കൂട്ടിയിട്ട് പറഞ്ഞു, എന്നാ നബി നിങ്ങൾ ഓലോടൊക്കെ പോയി പണിയൊക്കാൻ വേണ്ടി പറഞ്ഞാലേ നിങ്ങൾ കൊടുക്കണ ചെലവ് മതിയാകണ ഒരുപാട് പെണ്ണുങ്ങളവിടെ വേറെ കിട്ടാണ്ട് എന്ന് പറഞ്ഞേക്കിന് ആയിഷ ബീവി നീച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പൊയ്ക്കോളി ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. ആരെ ഈ കച്ചറ ഉണ്ടാക്കിയ ആള്? ആയിഷ ബീവി. എന്തിനുണ്ടാക്കിയത്? ബാക്കിയുള്ളോരോ ദിവസം കൂടി എനിക്ക് കിട്ടണമെന്ന് കരുതിയിട്ട്. മൂപ്പത്തിയേർക്ക് അഭിപ്രായമില്ല, മൂപ്പത്തിയേര് പെട്ടൂന്ന്. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് യുക്തിവാദികൾക്ക് തോന്നുകയാണ് ആ പെൺകുട്ടി ആകെ കുടുങ്ങിയല്ലോന്ന്. മൂപ്പത്തിയേർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. നഞ്ഞ് മൂപ്പത്തിയേരെ വാപ്പാക്കുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാക്കില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ വഴിയിൽ ഒറ്റപ്പെടുകയും അങ്ങനെ പിന്നിൽ യാത്ര ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് മുനാഫിക്കുകളായ ആളുകൾ വേണ്ടാത്തത് പറഞ്ഞു പരത്തി. 10-14 ദിവസം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ അടുത്തേക്ക് ചെന്നില്ല. മുഅ്മിനീങ്ങൾ ആകെ വിഷമിച്ചു. അങ്ങാടിയിൽ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് കൈ പിടിച്ചാൽ അണഞ്ഞുകൂട്ടി പിടിച്ച് കരയിലായിരുന്നു പതിവ്. അതിനാത്രം വിഷമിച്ചു മുഅ്മിനീങ്ങൾ. 14 ദിവസം, ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന അമ്മോശൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മരുമകനെ കണ്ടിട്ട് ഒരിക്കൽ പോലും ആയിഷന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത.